ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാമിലി സ്റ്റാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ തംബ്ലൈനിൽ പറഞ്ഞ അതേ കാര്യമാണ്. പ്രമുഖ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന യൂട്യൂബേഴ്സിനെല്ലാം പണി കിട്ടിയിരിക്കുന്നത് ഹൈക്കോർട്ടിലാണ് കേസ് കൊണ്ടുപോയിരിക്കുന്നത്, മുന്നോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും പണി കിട്ടി. ഈ 2025 അവർക്ക് അത്ര നല്ല വർഷമല്ലെന്ന് തോന്നുന്നു, പ്രത്യേകിച്ച് അതുലിന്. കാരണം അതുലിന് ആദ്യമേ ഫസ്റ്റ് രേണു സുധിയിൽ നിന്ന് 2 തവണ കേസ് വന്നു, പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി ക്ലിയർ ചെയ്തതാണ്. ഇപ്പോൾ അടുത്ത ആളിൽ നിന്ന് അതുലിന് മാത്രമല്ല ഒരുപാട് യൂട്യൂബേഴ്സിന് വന്നിട്ടുണ്ട്. അതിന്റെ കേസ് കൊടുത്ത ആള് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സുപരിചിതമായിട്ട് അറിയാവുന്ന ഒരാളാണ് ബഷീർ ബഷി. അപ്പൊ ബഷീർ ബഷിയുടെ 2 ഭാര്യമാരെയും എല്ലാവർക്കും അറിയാവുന്നതാണ്. 2 ഭാര്യമാരെന്നത് കൊണ്ട് തന്നെ ഒരു പബ്ലിസിറ്റി ആർജിച്ച ഒരു വ്യക്തി തന്നെയാണ് ബഷീർ ബഷി എന്ന് പറയാം. കാരണം ഫസ്റ്റ് വൈഫ് സുഹാനയാണ്, സെക്കൻഡ് വൈഫ് മഷൂറ. ഇവർക്ക് 2 പേർക്കും പിള്ളേരും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മഷൂറയ്ക്ക് കുഞ്ഞുണ്ടാകാതിരുന്ന പിന്നെ ലാസ്റ്റ് സർപ്രൈസ് ആയിട്ട് കുഞ്ഞുണ്ടാകുന്നതും അതിന്റെ റിവീൽ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതം കൊണ്ടുപോകുന്നു എന്ന് തന്നെ പറയാം. പിന്നെ ഓരോ കമന്റേഴ്സ് വന്ന ഫസ്റ്റ് സമയം തൊട്ടേ സുഹാനയെ സപ്പോർട്ട് ചെയ്ത് മഷൂറിനെ വെറുപ്പിച്ചുകൊണ്ട് ഒരുപാട് കമന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇവരുടെ പേഴ്സണൽ ലൈഫ് എങ്ങനെയാണ്, ഇവരെങ്ങനെയാണ്? മഷൂറ പാവമായിരിക്കാം, മഷൂറിനെ നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, മഷൂറ പാവമായിരിക്കാം. ഇപ്പൊ എന്തൊക്കെയാണെങ്കിൽ തന്നെ നിങ്ങൾ തന്നെ ഇപ്പൊ കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കുമായിരിക്കും, നീ ബഷീനെ സപ്പോർട്ട് ചെയ്യുവാണോ? നിന്റെ ഭർത്താവ് ഇപ്പൊ വേറൊരു പെൺകുട്ടീനെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ നീ സമ്മതിക്കുമോ? പേഴ്സണലി ഓഫ് കോഴ്സ് തീർച്ചയായും ഞാൻ സമ്മതിക്കത്തില്ല. കാരണം ഞാനെന്നല്ല ഒരു പെണ്ണും സമ്മതിക്കത്തില്ല. കാരണം സ്വന്തം ഭർത്താവിനെ വേറൊരു പെൺകുട്ടിക്ക് പകുത്തു നൽകാനുള്ള അത്ര മനക്കട്ടിയും കരുത്തുമൊന്നും എനിക്കില്ല. എനിക്ക് താല്പര്യമില്ലാത്ത വിഷയമാണ്. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എനിക്ക് അങ്ങനെ ചിന്തയാന്ന് പറഞ്ഞാൽ സുഹാനയ്ക്ക് അങ്ങനെ ചിന്ത ഉണ്ടാവണമെന്നില്ലല്ലോ. ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയനും കാര്യങ്ങളാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യേണ്ടവര് കാര്യമുള്ള കാര്യത്തിന് റിയാക്ട് ചെയ്യണം. ഇപ്പൊ ഞാനും ഫസ്റ്റ് ഇതുപോലെ ഇവരുടെ വീഡിയോസ് ബഷീർ ബഷിയുടെ വീഡിയോസ് ഞാൻ ചെയ്തു എന്നല്ല, മറ്റുള്ളവർ ചെയ്യുന്ന കണ്ടപ്പോ എനിക്ക് പേഴ്സണലി ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നിയ വിഷയത്തെക്കുറിച്ച് മാത്രമേ ഞാൻ സംസാരിക്കത്തുള്ളൂ. എല്ലാ വിഷയത്തെക്കുറിച്ചും ഞാൻ സംസാരിക്കാറില്ല കേട്ടോ. അപ്പം അവരുടെ കുടുംബകാര്യമാണ് അവര് സംസാരിക്കട്ടെ. ഇപ്പൊ അവര് തല്ലിപ്പിരിയുവോ അല്ലെങ്കിൽ സ്നേഹിച്ച് ജീവിക്കുവോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആരെങ്കിലും പറ്റിച്ച് ജീവിക്കുവോ, ഇതൊന്നും നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യമല്ല, നമ്മളെ അഫക്ട് ചെയ്യുന്ന കാര്യമല്ല. അവരെങ്ങനെങ്കിലും ജീവിക്കട്ടെ എന്ന് വിചാരിച്ചാൽ മതി. അതാണ് ഏറ്റവും നല്ലതല്ല റിയാക്ഷൻ. ഇപ്പം മറ്റുള്ള രേണു സുധിയുടെ തന്നെ എല്ലാ കാര്യത്തിലും ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യാറില്ല. എനിക്കിതെന്ന് തോന്നുന്നു. കാരണം മറ്റുള്ളവരുടെ വോയിസ് റെക്കോർഡ് അല്ല മറ്റുള്ള ആരെങ്കിലും എന്തെങ്കിലും നിലപാടുകളുമായിട്ട് വന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ ബഷീറിനെ കുറിച്ച് എന്തെങ്കിലും കുറ്റമായിട്ട് മറ്റുള്ളവർ അതൊക്കെ വീഡിയോ ചെയ്യുക, അവർക്ക് ന്യായമായ കാര്യം, അവരും എതിർക്കാൻ വരില്ല. പക്ഷെ അവരുടെ ഫാമിലി, അവരുടെ പിള്ളേര്, അവർക്ക് സുഹാനയ്ക്ക് 2 പിള്ളേരുണ്ട്, അവർക്കും ഒരു പ്രശ്നമില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണം, തന്റെ ഭർത്താവിന്റെ കൂടെ മരണം വരെ തനിക്ക് ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ കൊണ്ടായിരിക്കാം സുഹാന എന്ന വ്യക്തി ഇതിനു വേണ്ടി സമ്മതിച്ചത്, മഷൂർ ജീവിതത്തിലേക്ക് വന്നത്. പക്ഷെ അവരുടെ ലൈഫിൽ നമ്മൾ കാണുമ്പോൾ പുറമെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കാര്യമുണ്ടോ എന്നറിയില്ല, പുറമെ യാതൊരുവിധ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അവര് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. അവര് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നെങ്കിൽ അവര് ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ. അതിനെതിരെ നിങ്ങൾ എന്തിനാണ്? ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മഷൂറയും അതുപോലെ തന്നെ ബഷിയും കൂടെ ഒരു വിദേശ രാജ്യത്ത് പോയി. അത് സുഹാന വ്ലോഗ് എടുത്ത സമയത്ത് സുഹാന പറയുകയുണ്ടായി. അതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായിട്ടുള്ളത്. അത് അവരുടെ ഇഷ്ടത്തോടെ അവരുടെ ആഗ്രഹത്തോടെ അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യമല്ലേ. നിങ്ങൾ എന്തിനാണ് ഇതിനൊക്കെ പറഞ്ഞത്? ബഷീർ സുഹാനനെ ഉപേക്ഷിച്ചു, സുഹാന നരകിച്ച് ജീവിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. സുഹാന നരകിച്ച് ജീവിക്കുകയാണെങ്കിൽ നരകിച്ച് ജീവിക്കാതിരിക്കോ എന്ത് വേണേ ചെയ്യട്ടെ. അതൊന്നും നമ്മളെ ബാധിക്കുന്ന അല്ല. നിങ്ങൾ ഈ കമന്റ് ഇടുന്ന ഒരു കുടുംബത്തെ മതി. ഈ കമന്റേഴ്സ് എല്ലാം നോക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഈ സുഹാനനെ സൈഡ് പിടിച്ച് സുഹാനയുടെ മനസ്സും കൂടെ മരവിപ്പിച്ച് ആ കുടുംബം എങ്ങനെയെങ്കിലും തകർക്കുക. അതാണ് ഈ കമന്റേഴ്സിന്റെ ലക്ഷ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവരും മഷൂറിനെ കുറ്റം പറയാണ്, സുഹാനനെ മാത്രം ഇത് പറയാ. പക്ഷെ അവര് ഹാപ്പി ആയിട്ടാണ് അവരുടെ ഫാമിലി ജീവിക്കുന്നത്. അല്ലെങ്കിൽ സുഹാനയ്ക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ സുഹാന പണ്ടേ പോകേണ്ടതായിരുന്നു. ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പൊ സുഹാന രംഗത്തേക്ക് വരികയാണ്. എനിക്ക് ഈ വീട്ടിൽ ഞാൻ ഇന്നതൊക്കെയാണ് അനുഭവിച്ചത്, മഷൂർ വന്നതിന് ശേഷം എന്റെ ലൈഫ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് സുഹാന രംഗത്തേക്ക് വരട്ടെ. അപ്പോൾ നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ
ആൾക്കാരെ റിയാക്ട് ചെയ്യൂ. ഇതിപ്പോ സുഹാനയ്ക്കും ഒരു പ്രശ്നമില്ല, മഷൂറയ്ക്കും പ്രശ്നമില്ല, ബഷിക്കും ഒട്ടുവേ പ്രശ്നമില്ല. അപ്പൊ പിന്നെ നമുക്ക് എന്തിന്റെ പ്രശ്നമാണല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. അവരുടെ കുടുംബകാര്യം എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, നമുക്ക് തോന്നുന്ന ഫേവറബിൾ എന്ന് തോന്നുന്ന വിഷയത്തിൽ മാത്രമേ റിയാക്ഷൻ ചെയ്യാം. ഞാനും റിയാക്ഷൻ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ വിഷയത്തിലും ചാടിക്കേറി റിയാക്ഷൻ ചെയ്യാതിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം അവരായിട്ട് ഉന്നയിച്ച് അവരുടെ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ അതിന്റെ ബാക്കി റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഉദയാഗിരിജയുടെ കാര്യത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനാമിക നൂലുകെട്ട്, അത് കഴിഞ്ഞ് അനാമിക രംഗത്ത് വന്നു. ആ വീഡിയോസ് ഞാൻ ചെയ്യാൻ പോയില്ല. കാരണം അവർക്ക് ഇനിയെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ അവർക്ക് ആ കൊച്ചിനെയും കൊണ്ട് മരിക്കാനോ ഒന്നും സാധിക്കത്തില്ല. എങ്ങനെയെങ്കിലും ആ പെൺകുട്ടി ജീവിക്കട്ടെ എന്ന് തന്നെയാണ്. അവർ ഹാപ്പി ആണെങ്കിൽ അവർ ജീവിക്കട്ടെ മുന്നോട്ട്, അത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ റിയാക്ട് ചെയ്തില്ല. അതുപോലെ തന്നെ ബഷീറുടെ കാര്യത്തിലും പറയാനുള്ളത്, ഇപ്പൊ എനിക്കത് സാധിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കത് സാധിക്കില്ല. പക്ഷെ അവർക്കത് സാധിച്ചു, അവർ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. ബഷിയാണെങ്കിൽ സുഹാനനെയും പിള്ളേരെയും പൊന്നുപോലെ നോക്കുന്നു, ആരെയും മാറ്റി നിർത്തുന്നില്ല. എല്ലാ 3 പിള്ളേരെയും പൊന്നുപോലെയാണ് ബഷി നോക്കുന്നത്. അപ്പൊ അവർ ഹാപ്പി ആയിട്ട് അവർ മുന്നോട്ട് പോകട്ടെ. ഏതായാലും ബഷിക്കും സുഹാനയ്ക്കും മഷൂറയ്ക്കും ഒക്കെ പറയാനുള്ളതും ആരുടെ പേരിലാണ് കേസ് കൊടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവര് പറയുന്നൊന്ന് നിങ്ങൾ കേൾക്കൂ. ഓക്കെ, അപ്പൊ അവർക്ക് പറയാനുള്ളതൊന്ന് കേട്ടിട്ട് വന്നാലോ. അപ്പോൾ ബഷിയുടെ ചാനലിലാണ്, ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലാണ് വീഡിയോ ഇട്ടിട്ടുള്ളത്. അതെ അതെ, വീട്ടിൽ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പറയാം ഇത് ആരൊക്കെയാണ്. നമുക്ക് നേരെ വണ്ടിയിൽ കയറാം. എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ ഭാഗ്യശാലികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് അതിനകത്ത് ആദ്യം പറയാൻ വേണ്ടി പോണ വിധത്തിൽ വർഷങ്ങളായിട്ട് എന്നെ എന്റെ ഫാമിലിയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായിട്ട്, അതായത് ഏത് വീഡിയോ ഇട്ടാലും നമ്മളതിന് റിയാക്ട് ചെയ്യാൻ പോകാറില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇതിനുള്ള സമയമൊന്നുമില്ല, എനിക്ക് ഇതിന്റെ പുറകെ നടക്കാനും വയ്യ. പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെ നടന്നേ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഉമ്മാരൊക്കെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല മനസ്സിലായി. ഉമ്മാര് ബാക്കിയുള്ളവരുടെ ജീവിതം വെച്ചിട്ടാണ് ഉമ്മാര് വീട്ടിൽ അനുഭവിക്കുന്നത്. ബാക്കിയുള്ളവരുടെ ജീവിതമാണ് അവന്മാരുടെ കണ്ടന്റ്, ബാക്കിയുള്ളവരുടെ ലൈഫാണ് അവന്മാര് എന്താ പറയാ വീഡിയോ ഇട്ട് അത് കുട്ടിച്ചോറാക്കി കുറച്ച് ആൾക്കാരെയും വിളിച്ചു കൂട്ടി കമന്റ് ഇട്ട് അവരെ തെറി പറഞ്ഞ്. കണ്ടോ, അപ്പോൾ എല്ലാ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്കുമാണ് പണി കിട്ടിയിരിക്കുന്നത്. പല ആൾക്കാരും ഖൈസ്, അതുപോലെ തന്നെ അതുല, പിന്നെ വി സംതിങ് ഉള്ള യൂട്യൂബ് ചാനൽ, മിക്ക യൂട്യൂബ് ചാനൽസിനും കേസ് കൊടുത്തിരിക്കുകയാണ്. അതിൽ ഒരാളുമായിട്ട് സംസാരിക്കുന്ന ഒരു റെക്കോർഡിങ്ങും കൂടി ഇതിന്റെ ഇടയ്ക്കുണ്ട് കേട്ടോ. അതുകൂടി ഒന്ന് കേൾപ്പിച്ചു തരാം. അപ്പം അവര് ഹാപ്പി ആയിട്ടാണ്, അവര് 3 പേരും ഒരുമിച്ചിരുന്നല്ലേ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം അവര് ഹാപ്പി ആയിട്ടാണ്. ഞാനറിയാം, പക്ഷെ എനിക്ക് ആളെ കറക്റ്റ് ആരാണെന്നുള്ളത് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ശരി, ബ്രോക്കന്റെ ബ്രോക്കനെ വിളിച്ചുകൂടാറുള്ള. പിന്നെ വേറെ കാര്യം അല്ല വേറെ കാര്യം ബ്രോ, ഞാൻ ബ്രോന്റെ എനിക്ക് ബ്രോ അറിയിപ്പിക്കാനൊന്നും ചെയ്യണമെങ്കിൽ ശരിയല്ല. ഞാൻ ബ്രോ വിളിക്കുന്ന ടൈമില്, ഹലോ ബ്രോ വിളിക്കുന്ന ടൈമില് ഞാൻ ഓൾറെഡി ക്യാമറ ഉണങ്ങി സംസാരിച്ചിട്ട് നമ്മളിപ്പോ സംസാരിക്കുന്നത് റെക്കോർഡാണ്. അപ്പൊ കണ്ടല്ലോ, അപ്പൊ പുള്ളിക്കാരനോട് സംസാരിച്ച ഒരു നിലപാടിൽ എത്തിയതുകൊണ്ട് പുള്ളിക്കാരൻ ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അയാളുടെ ഫോട്ടോ അവരോടെ കൊടുത്തിരിക്കാം. അപ്പം ചില ആൾക്കാർക്ക് ഒരു സംസാരിച്ചതുകൊണ്ട്, പേഴ്സണൽ സംസാരിച്ചുകൊണ്ട് ആ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ഏതായാലും ബഷിയുടെ ഫാമിലിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്തേക്കണേ.